ഇടിച്ചക്ക തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സദ്യയ്ക്ക് നമുക്ക് വിളമ്പാവുന്ന ഒരു ഐറ്റമാണ് ഇടിച്ചക്ക തോരൻ. വിഷു സദ്യയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇടിച്ചക്ക കിട്ടുന്ന സീസണാണ്. ഓണത്തിന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇടിച്ചക്ക തോരൻ തയ്യാറാക്കി സദ്യയ്ക്ക് വിളമ്പാവുന്നതാണ്. അതിനായിട്ട് ഒരു ഇടിച്ചക്ക എങ്ങനെയാണ് മുറിക്കുന്നതെന്നാണ് ആദ്യം കാണിക്കുന്നത്. ഇടിച്ചക്ക മുറിക്കുമ്പം ഇതുപോലെ വെളിച്ചെണ്ണയും ചകിരിയും കയ്യിൽ എപ്പോഴും വെക്കുക. കത്തിയിലും കയ്യിലും വെളിച്ചെണ്ണ നന്നായിട്ട് തടവിയിട്ട് വേണം മുറിക്കാൻ തുടങ്ങാൻ. അതിൽ നിന്നും വരുന്ന ചക്കക്കറ ഇതുപോലെ ചകിരി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. നല്ല ഫ്രഷ് ഇടിച്ചക്കയാണെങ്കിൽ ചക്കയുടെ കറ ധാരാളം വരുന്നതാണ്. അത് നല്ലോണം തുടച്ചെടുത്തിട്ട് വേണം ബാക്കി മുറിക്കാനായിട്ട്. ഇതിലിപ്പം ധാരാളം കറ വരുന്നുണ്ട്. സൈഡിലുള്ള തൊലി ശകലം ഇതുപോലെ മുറിച്ചെടുക്കുക. ചതയധികം പോവാത്ത രീതിയിൽ മുള്ളുള്ള തൊലി മാത്രം ഒന്ന് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഫ്രഷ് ആണെങ്കിൽ ഇതുപോലെ പിന്നെ സൈഡിൽ നിന്നും ചക്കക്കറ വരാനായിട്ട് ചാൻസ് ഉണ്ട്. വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചകിരി വെച്ച് നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ട് മുറിച്ചെടുക്കുക. ഇപ്പോൾ അകഭാഗത്തിലുള്ള ആ തണ്ട് നല്ല കട്ടിയാണെങ്കിൽ നമുക്കത് മുറിച്ച് കളയണം. ഇപ്പം ഇളം ഇടിച്ചക്കയാണെങ്കിൽ അത് മുറിച്ച് കളയേണ്ട ആവശ്യം ചിലപ്പോൾ വരത്തില്ല. ഇതിപ്പോൾ ശകലം കട്ടിയുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയുന്നുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒന്നുകിൽ ഇതുപോലെ നടുക്ക് തണ്ട് കളഞ്ഞിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക, ഇല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് തണ്ട് മുറിച്ച് കളയുക. അടുത്ത കത്തിയും കൈയും കഴുകുന്നതിന് മുമ്പും ഇതുപോലെ ശകലം വെളിച്ചെണ്ണ തൂവി വേണം കഴുകാനായിട്ട്, ഇല്ലെങ്കിൽ കറ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇനി കഷ്ണങ്ങൾ നമ്മൾ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന ചട്ടിയിൽ ആദ്യം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കഷ്ണങ്ങൾ ചേർക്കുകയാണെങ്കിൽ ആ ചക്കയുടെ കറ ചട്ടിയിൽ ഒരുപാടാകാതെ നമുക്ക് എളുപ്പം അതൊന്ന് കഴുകിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കഷ്ണങ്ങൾ ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം തിളപ്പിച്ച് വേവിച്ചെടുക്കാം. 1/4 വേവേ ആകാൻ പാടുള്ളൂ. 1/4 വേവാകുമ്പം ഇത് നല്ലോണം ഊറ്റി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം വെള്ളത്തിലൊഴിച്ച് വേവിക്കേണ്ടെന്നുള്ളവർക്ക് ആവിയിലും വേവിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിൽ നമുക്കതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കഷ്ണങ്ങൾ നേരിട്ട് മിക്സിയിൽ ചേർക്കുകയാണെങ്കിൽ അതിലും കറ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശകലം വെളിച്ചെണ്ണ തൂവിയിട്ട് കഷ്ണങ്ങൾ ചേർത്ത് ചതച്ചെടുക്കുക. അരഞ്ഞു പോകാൻ പാടില്ല. അല്ല, ഇതുപോലെ ചതഞ്ഞ് കിട്ടാനേ പാടുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ള ബാച്ചും ചതച്ചെടുക്കുക. എന്നിട്ട് മിക്സിയുടെ എല്ലാ കഷ്ണങ്ങളും ചതച്ചതിന് ശേഷം തേങ്ങയും ചുവന്ന മുളകും ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഈ ചീനച്ചട്ടി ഒന്ന് കഴുകിയെടുത്തതേ ഉള്ളൂ. വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ കറ അതിൽ വന്നിട്ടില്ല. ഇനി താളിപ്പിനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ചുവന്ന മുളകും ഉഴുന്നുപരിപ്പും എടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് ചുമന്ന് വരുമ്പം അതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും ചേർത്ത്, നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചതെങ്കിലും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഈ താളിപ്പിലും കൂടെ ചേർത്ത് 1/4 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഏത് തോരനിലാണെങ്കിലും കായപ്പൊടി ചേർക്കുന്നതിന് ഒരു പ്രത്യേക മണവും സ്വാദും കിട്ടുന്നതാണ്. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഉപ്പ് ചേർത്താണ് വെള്ളത്തിൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പം സ്വാദിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് യോജിച്ച് കിട്ടുമ്പം ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ പകർന്ന് ഇടിച്ചക്ക വെച്ച് തന്നെ നന്നായിട്ട് പൊതിഞ്ഞ് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റോളം ആവി കയറ്റി എടുക്കുക. അപ്പോൾ തേങ്ങയുടെ പച്ചമണവും നന്നായിട്ട് മാറിക്കിട്ടും. 5 മിനിറ്റിന് ശേഷം എല്ലാം കൂടെ നല്ലോണം യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇടിച്ചക്ക തോരൻ റെഡിയാവും. ഈ രീതിയിൽ ഇടിച്ചക്ക തോരൻ തയ്യാറാക്കി നോക്കുക. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ നല്ല ഉതിരുതിരായിട്ട് വേണം ഇടിച്ചക്ക തോരൻ കിട്ടാനായിട്ട്. നമ്മൾ വേവിക്കുമ്പം 1/4 വേവായിട്ട് നമ്മൾ ഇതുപോലെ ചതച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഉതിരുതിരായിട്ടുള്ള ഇടിച്ചക്ക തോരൻ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓണസദ്യയ്ക്കും വിഷു സദ്യയ്ക്കുമൊക്കെ വിളമ്പാവുന്ന ഈ തോരൻ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.